നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വിഷ്ണു സഹസ്രനാമം അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം. 201-ാമത്തെ നാമം സന്താത, അതായത് സന്ധിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. ജീവന്മാരെ അവരുടെ കർമ്മഫലങ്ങളുമായിട്ട് സന്ധിപ്പിക്കുന്ന ഭഗവാനാണ്. അതായത് നമ്മളൊരു ജീവിതം നയിക്കുമ്പോൾ ഓരോ കർമ്മങ്ങൾ ചെയ്യണം. ആ കർമ്മങ്ങൾക്കൊക്കെ ഒരു കാരണമുണ്ട്. അത് ചെയ്യാൻ വേണ്ട നമ്മുടെ അതിന് വേണ്ട ഉപകരണങ്ങൾ വേണം, അതിന് വേണ്ട ചലനങ്ങൾ സാധ്യമാകണം. ഇതെല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. അതാണ് സന്ധാത എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ സന്ധാത എന്ന നാമം ഭഗവാന്റെ നാമമാണ്. ഇനി 202-ാമത്തെ നാമം സന്ധിമാൻ, ഫലങ്ങളെ അനുഭവിക്കുന്നവൻ ഭഗവാൻ. ഒരു ജീവൻ്റെ എല്ലാ അനുഭവങ്ങളും 5 വിഭാഗങ്ങളായിട്ട് 5 ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും കർമ്മേന്ദ്രിയങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നു. എന്നാൽ അവയെല്ലാം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമ കാണുന്നു, അതിൽ ചലനങ്ങളൊക്കെ കാണുന്നു, അതിൽ ശബ്ദം കേൾക്കുന്നു. ഇതെല്ലാം നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് അകത്തേക്ക് കടക്കുന്നത്. പക്ഷേ അതിൻ്റെ അനുഭവം ഉള്ളിൽ സാധ്യമാക്കണമെങ്കിൽ അതിന് അനുഭവസ്ഥൻ എന്ന് പറയും. ആ അനുഭവസ്ഥൻ ഉണ്ടെങ്കിലേ ആ കണ്ടതും കേട്ടതുമായിട്ടുള്ള അനുഭവം സാധ്യമാവുള്ളൂ. അപ്പോൾ അതിനെയാണ് ആ അനുഭവസ്ഥൻ ആത്മാവ് തന്നെയായ ഭഗവാനാണ് എന്ന് പറയുന്നു. ഇനി അതാണ് സന്ധിമാൻ, ഫലങ്ങളെ അനുഭവിക്കുന്നവൻ. ഇനി 203-ാമത്തെ നാമം സ്ഥിര എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ടിരിക്കുന്ന, എപ്പോഴും സ്ഥിരമായിരിക്കുന്ന ആരോ അതാണ് സ്ഥിരനാണ് ഭഗവാൻ. ഓരോ വ്യക്തിയിലും ആത്മാവുണ്ട്. ആ ആത്മാവ് മാത്രമേ സ്ഥിരമായിട്ടിരിക്കുള്ളൂ. ചിന്തകളൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കും, ബാക്കിയെല്ലാം വന്നും പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ശരീരം പല പ്രായത്തിൽ പല രൂപത്തിലാണ് ശരീരം, അതും വന്നും പോയിക്കൊണ്ടിരിക്കും. എന്നാൽ അതിനകത്ത് ആത്മാവായിരിക്കുന്ന ഭഗവാൻ കൂടസ്ഥനാണെന്ന് പറയും. അതായത് ഇളകാത്ത ഭഗവാന്റെ വിശേഷണമാണ്. നിശ്ചലമാണ്, നിർവികാരമാണ്. എന്നാൽ ഭഗവാന് ഒരു കൂടസ്ഥനാണെന്ന് പറയും. ഒരു ഇളക്കവും ഇല്ലാതെ ഇരിക്കുന്ന ഭഗവാൻ. ഇനി 204 അജ എന്ന് പറയുമ്പോൾ ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് പോകുന്നു. പിന്നെ അസുരന്മാരെ ദൂരേക്ക് എറിയുന്നു. നമ്മൾ പല ഭഗവാന്റെ അവതാരങ്ങളിൽ അസുരന്മാരെയൊക്കെ എടുത്ത് എറിഞ്ഞ് നശിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാനെ അജ എന്ന് പറയുന്നത്. പക്ഷേ ജനിക്കാത്തവൻ എന്നും അർത്ഥമുണ്ട്. എന്നുള്ള ഒരു വാക്ക് തന്നെ ജനിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ സംസ്കൃതത്തിൽ എപ്പോഴും ചില അക്ഷരങ്ങൾക്ക് തന്നെ അർത്ഥമുണ്ട്. ഇപ്പോൾ നമ്മൾ മലയാളത്തിലൊക്കെ വാക്കുകൾക്കാണ് അർത്ഥം, പക്ഷേ അതിൽ സംസ്കൃതത്തിൽ അക്ഷരങ്ങൾ തന്നെ അർത്ഥങ്ങളെ കാണിക്കുന്നു. അപ്പോൾ എന്ന് പറയുമ്പോൾ ജനിക്കുക എന്നുള്ള അർത്ഥമാണെങ്കിൽ അജ എന്ന് പറയുമ്പോൾ ജനിക്കാത്തവൻ, ശാശ്വതമായ നിലനിൽപ്പുള്ളവനാണ് ഭഗവാൻ എന്ന് പറയും. അതുകൊണ്ടാണ് അജ എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വരൂപമാണ്. ഇനി 205-ാമത്തെ നാമം ദുർമർഷണ, ദുസ്സഹമായത്, ആസുരി ശക്തികൾക്ക് സഹിക്കാൻ കഴിയാത്തതാണ് ഭഗവാനെ കാണുമ്പോൾ അസുരന്മാർ തനിയെ അവരുടെ നിലനിൽപ്പ് അപകടത്തിലാവും. കാരണം അവർക്ക് സഹിക്കാൻ പറ്റില്ല ഭഗവാന്റെ സാന്നിധ്യം. അതുകൊണ്ടാണ് ആസുരി ശക്തികൾക്ക് ഭഗവാന്റെ സാന്നിധ്യത്തിൽ അവർ നശിച്ചു പോകുന്നു തനിയെ എന്നാണ് ഭഗവാന്റെ ഈ നാമം കാണിക്കുന്നത്. 206-ാമത്തെ നാമം ശാസ്ത എന്ന് പറയുമ്പോൾ ശാസനാൽ ത്രായതേ എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ശാസനാൽ ത്രായതേ എന്ന് പറയുമ്പോൾ എല്ലാവരെയും അനുശാസിക്കുന്നവൻ, ശാസ്ത്രങ്ങളിലൂടെ എല്ലാവരെയും ശാസിക്കുക എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുക എന്ന് വേണമെങ്കിൽ ഒരു അർത്ഥം പറയാം. അപ്പോൾ ശാസ്ത്രങ്ങളിലൂടെ പലതും പഠിപ്പിക്കുന്നവൻ, അപ്പോൾ എല്ലാവരെയും രക്ഷിക്കുന്നവൻ എന്നും അതിൻ്റെ ഒരു അർത്ഥമുണ്ട്. ഭാഗവതത്തിൽ തന്നെ ഈ കാര്യങ്ങൾ പറയുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ശാസനാൽ ത്രായതേ എന്നാണ് ശാസ്ത എന്ന് പറയുന്ന അർത്ഥം. ശ്രുതി അല്ലെങ്കിൽ ശ്രുതി വേദങ്ങളും ഒക്കെ കൊണ്ട്, സ്മൃതികളും മനുസ്മൃതി തുടങ്ങിയ വേദങ്ങളാണ് ശ്രുതികൾ, സ്മൃതി മനുസ്മൃതി തുടങ്ങിയ ആദിയായ ശാസ്ത്രങ്ങളിലൂടെ എല്ലാവരെയും അനുശാസിക്കുന്നവൻ, അതാണ് ശാസ്ത്ര.
ഇനി 207-ാമത്തെ നാമം വിശ്രുതാത്മ. വിശേഷണമായ അറിയപ്പെടുന്ന സ്വരൂപത്തോടു കൂടിയവൻ, വിശ്രുതാത്മ. അറിയപ്പെടുന്നവൻ എന്നൊക്കെ പറയില്ലേ നമ്മൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആളുകൾ എല്ലാവർക്കും അറിയപ്പെടുന്നവരാണല്ലോ. അതാണ് സത്യം, ജ്ഞാനം, അനന്തം തുടങ്ങിയ സവിശേഷതകൾ കൊണ്ട്, പ്രത്യേകതകൾ കൊണ്ട് അറിയപ്പെടുന്ന ഭഗവാൻ. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിൽ അറിയപ്പെടും. ചില ആളുകൾക്ക് ക്രിമിനലുകളൊക്കെ അറിയപ്പെടും. കാരണം അവർ ഒരുപാട് ദുഷ്ടതരങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ പ്രസിദ്ധി നേടും. അതിന് കുപ്രസിദ്ധി എന്ന് പറയും. അപ്പോൾ സുപ്രസിദ്ധിയുണ്ട്, കുപ്രസിദ്ധിയുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സമൂഹത്തിൽ കുപ്രസിദ്ധിയിലൂടെ അറിയപ്പെടുന്നവർ ഒരുപാടുണ്ട്. അപ്പോൾ ഉത്തമ ശ്ലോകൻ എന്നാണ് ഭഗവാന്റെ ഒരു നാമം. അത്യുത്തമ വൈശിഷ്ട്യങ്ങളാൽ കീർത്തിക്കപ്പെടുന്നവൻ എന്നർത്ഥം. അപ്പോൾ വിശ്രുതാത്മ എന്ന് പറഞ്ഞാൽ വിശേഷണമായ പ്രസിദ്ധിയോടുകൂടി അറിയപ്പെടുന്ന സ്വരൂപത്തോടു കൂടിയവൻ ഭഗവാൻ. ഇനി 208 സുരാരിഹ. സുരാരിഹ സുരന്മാരുടെ ശത്രുക്കളെ ഹനിക്കുന്നവൻ. അപ്പോൾ ശത്രുക്കളെ ഹനിക്കുന്നവനാണ് സുര ദേവന്മാർ. അരി ശത്രു, ഹ ഹനിക്കുക. സുര അരി ഹ, അത് 3 വാക്കുകൾ ചേർന്നാണ് സുരാരിഹ. ദേവന്മാരുടെ ശത്രുക്കളെ ഹനിക്കുന്നവൻ. ദേവന്മാർക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് അസുരന്മാരായിട്ട്. അവരെയൊക്കെ നശിപ്പിച്ച് അവർക്ക് സംരക്ഷണം നൽകുന്ന ഭഗവാൻ എന്നർത്ഥം. ഇനി ഗുരു 209-ാമത്തെ നാമം. ഗുരു എല്ലാ വിദ്യകളും ഉപദേശിച്ച് ഭഗവാൻ അന്ധകാരത്തെ നശിപ്പിക്കുന്നു. അപ്പോൾ ഒരു ശിഷ്യന് ഗുരു എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ശിഷ്യൻ്റെ മനസ്സിലെ അന്ധകാരത്തെ നശിപ്പിക്കുന്നവനാണ് ഗുരു. അപ്പോൾ ഗു എന്ന് പറയുമ്പോൾ അന്ധകാരം, രു എന്ന് പറയുമ്പോൾ അജ്ഞാനത്തെ അകറ്റി പ്രകാശം വരുന്നത്. അതാണ് ഗുരു എന്ന് പറഞ്ഞാൽ ഭക്തൻ്റെ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ഭഗവാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അപ്പോൾ ഗുരുക്കന്മാരൊക്കെ ഒരുപാട് ജ്ഞാനമാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അറിവ് പ്രദാനം ചെയ്യുക, അതിലൂടെ ജ്ഞാനം അല്ലെങ്കിൽ വെളിച്ചം അല്ലെങ്കിൽ ഇരുട്ടകന്നു പോവുക, അജ്ഞാനം അകന്നു പോവുക. അതാണ് ഗുരു, അജ്ഞാനം അകറ്റുന്ന ഗുരു. ഇനി 210-ാമത്തെ നാമം ഗുരുതമ. ഗുരുക്കന്മാർക്കും ഗുരുവായ പരമഗുരുവാണ് ഭഗവാൻ. അപ്പോൾ നമ്മൾ ഗുരുവിൻ്റെ ആ ഒരു വിശേഷണം പറഞ്ഞു, അജ്ഞാനത്തെ അകറ്റുന്നു എന്ന്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുവാണ്. അതാണ് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞിട്ട് ഗജേന്ദ്രമോക്ഷത്തിൽ ഗജേന്ദ്രൻ ഒരു താമര ഭഗവാന് സമർപ്പിക്കുന്ന ആ ഒരു ഭാഗമുണ്ട്. കുന്തി സ്തുതിയിൽ യോഗേശ്വര അഖില ഗുരു എന്ന് കുന്തി സ്തുതിയിൽ സ്തുതിക്കുന്നുണ്ട് കുന്തി. അപ്പോൾ അതിലെല്ലാം വന്ദേ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ കാണാം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ അഖില ഗുരുവായിട്ടുള്ള ഭഗവാനെ സമർപ്പിക്കുന്ന നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.